ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനും പ്രശ്നവും ഒക്കെയാണ് ഈ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ. ഫേസിൽ കുഞ്ഞു കുഞ്ഞു രോമമൊക്കെ വരുമ്പം അത് ഷേവ് ചെയ്യുമ്പോൾ കുരു വരുന്നു, അല്ലെങ്കിൽ കറുക്കുന്നു, പാട് വരുന്നു, ഇങ്ങനെ കുറേ സാധനം. എന്നാൽ ഷേവ് ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പം എന്താണ് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക? അതെന്നുണ്ടെങ്കിൽ അപ്പം ഷേവ് ചെയ്യുമ്പം എന്തെങ്കിലും ഗുണമുണ്ടോ, ചെയ്യാതിരിക്കുക, അങ്ങനെ എന്താണ് കറക്റ്റായിട്ടുള്ള രീതി എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഷേവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീണ്ടും കട്ടിയായിട്ട് കിളിക്കത്തില്ല. അതുപോലെ പാടുകളും കുരുകളും വരുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് കിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു തോന്നൽ മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു പറയാം, ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഷേവ് ചെയ്തിട്ട് എൻ്റെ അനിയത്തിക്ക് കട്ടിയായിട്ട് കിളിച്ചു. സംഭവം നമ്മൾ കട്ടിയായിട്ട് കിളിക്കുന്നതല്ല. ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മണ്ടയിലത്തെ ലെയർ ഷേവ് ആയി പോകുമ്പോൾ ആ ടീയിൽ ഇൻഗ്രോൺ ഹെയർസ് വരും. പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഷേവ് ചെയ്യുന്നത്. ഇൻഗ്രോൺ ഹെയർസ് വന്നിട്ട് ഈ മണ്ടയിലത്തെ മുടി ഇങ്ങനെ പറിച്ച് എടുക്കുമല്ലോ, വേരോട് പിഴുതെടുക്കുമല്ലോ. അപ്പോൾ ആ ലെയർ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ വേണ്ട പുതിയ മുടി വരുമ്പോൾ തൊടുമ്പോഴും ഫീൽ ചെയ്യുമ്പോഴും കട്ടി പോലെ ഫീൽ ചെയ്യുന്നതാണ്. അല്ലാതെ കട്ടിക്ക് കിളിക്കുന്നതോ അല്ല നോർമലായിട്ട് കിളിച്ച് വരുന്ന രീതി തന്നെയാണ് പിന്നീട് അത് കിളിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മിത്ത് മനസ്സിലായല്ലോ, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിക്ക് കിളിക്കില്ല. ഓക്കെ, അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപാട് പേര് എനിക്കറിയാം പിള്ളേർ താടി കിളിക്കാൻ വേണ്ടി വീണ്ടും 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 ഡെയിലി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയൻ ഉൾപ്പെടെ ചെയ്യുന്ന പരിപാടിയായിരുന്നു. സോറി ടു ഡിസപ്പോയിന്റ് യു. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയായിട്ട് കിളിക്കില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ. പിന്നെ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം, വാക്സിങ് അവോയ്ഡ് ചെയ്യുക. വാക്സിങ് ഫേസിന് ഡാമേജ് ഉണ്ടാക്കത്തേ ഉള്ളൂ. നല്ല രീതിയിൽ പണി തരുന്ന ഒരു ഐറ്റമാണ് വാക്സിങ്. ഫേസ് വാക്സിങ്ങിനുള്ളതല്ല, ഫേസ് വാക്സ് ചെയ്യാനുള്ളതല്ല. വാക്സ് ചെയ്യുമ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാമേജ്, സ്കിൻ ഇറിറ്റേഷൻ, കുരു വരും, ഒരുപാടധികം ഡാമേജ് സ്കിന്നിനുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് വാക്സ്. പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റേസറിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് ടൈപ്പ് റേസറാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും PCOD ഉള്ളവർക്ക് കട്ടിയായിട്ട് കിളിക്കുന്നു, PCOD ഉള്ളവർക്ക് നല്ല ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസ് ഉള്ളവർക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും. എനിക്ക് PCOD ഉണ്ട്, എനിക്ക് ഹോർമോണൽ ബാലൻസ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഞാനാണ് പറയുന്നത്, PCODക്ക് നല്ല രോമം വരും, എനിക്ക് നല്ല രീതിയിൽ രോമം. ഡെയിലി ഷേവ് ചെയ്യുന്ന ഒരാളാണ്. മുഖമാണെങ്കിലും ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ എന്താ പറയുക ഷേവ് ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ എന്ന നിലയിൽ ഞാൻ പറയാൻ, കട്ടിക്കും കിളിക്കത്തില്ല. പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യാൻ അറിയാവുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇഷ്യൂസും ആക്നെയും വരില്ല ഷേവിങ്ങിലൂടെ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു ഷേവിങ് റേസറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു റേസർ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ റേസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? നൈറ്റ് നമ്മുടെ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നിട്ട് നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഈ എണ്ണകൾ അങ്ങനെ ഓയിലുകളൊന്നും ഞാൻ ഉപയോഗിക്കാൻ അത്ര പറയില്ല. മോയ്സ്ചറൈസർ അതാണ് ഏറ്റവും നല്ലത്. മോയ്സ്ചറൈസർ എടുക്കുക, എന്നിട്ട് ഈ ഒരു സാധനം എടുക്കുക, കൃത്യമായിട്ട് ക്ലീൻ ആണോ എന്നുള്ളത് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലീൻ ആവണം എന്ന് നോക്കുക. എന്നിട്ട് എനിക്കിപ്പോൾ കാണിക്കാൻ വേണ്ടി രോമമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഒറ്റ സ്ട്രോക്ക്. നല്ലൊരു വൃത്തിയുള്ള റേസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രോക്കിലൂടെ ക്ലീൻ ആവും. ഒറ്റ സ്ട്രോക്ക് കൂടിപ്പോയൊരു 2 സ്ട്രോക്കിൽ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ജസ്റ്റ് സ്ക്രേപ്പ് ചെയ്യുക. വളരെ ജെന്റിലായിട്ട് വേണം, കട്ടിക്ക് ഉരയ്ക്കരുത്. അതാണ് നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റ് ആക്കുന്നതും കുരു ഉണ്ടാക്കുന്നത്. കട്ടിക്ക് 2-3 തവണ അതായത് നമുക്ക് നല്ല ക്വാളിറ്റി ഇല്ലാത്ത ബ്ലേഡ് ആണെങ്കിൽ, ക്വാളിറ്റി ഇല്ലാത്ത റേസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ രോമം ക്ലീൻ ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളയും. ആ സമയത്ത് നല്ല രീതിയിൽ എന്താ പറയുക സ്കിന്നിൻ്റെ ബാരിയർ ഇറിറ്റേറ്റ്. നമ്മൾ ഈ ബോഡിയിലുള്ള സ്കിൻ പോലെ അല്ല മുഖത്തുള്ള സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, മൃദുലമാണ്. സോ ആ മൃദുലമായ സ്കിന്നിന് ഡാമേജ് ആക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ അത്രയും പണി കിട്ടും. സോ this one is good, don't overdo. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് ആ രീതിയിൽ പണി കിട്ടും. അതുകൊണ്ട് വളരെ നല്ലൊരു റേസർ, ഒരു 2 to 3 ടൈംസിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം. എന്നിട്ട് ഇങ്ങനത്തെ പാക്കറ്റിനകത്തൊക്കെ ഒരു 5-10 എണ്ണമൊക്കെ കിട്ടും, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ. സോ അങ്ങനെ മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. പിന്നീട് ഇപ്പോൾ ഒരു തവണ യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ നേരത്തെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് നമ്മുടെ ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ടോ, ഫേസ് കഴുകുന്ന ക്ലെൻസർ ഇല്ലേ അത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട്, സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതായാലും മതി, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാത്രം വീണ്ടും ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, ബി അവെയർ, അല്ലെങ്കിൽ ഇതും പണി തരും.
മോയ്സ്ചറൈസർ അല്ലാണ്ട് എണ്ണ യൂസ് ചെയ്യുന്നവർ, അലോവേറ ജെല്ലി യൂസ് ചെയ്യുന്നവരോടും ഞാൻ വലുതായിട്ട് യോജിക്കുന്നില്ല. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരം. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഇട്ടതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ ആണ്. ഈ ആഫ്റ്റർ കെയർ ഒരുപാട് പേര് മിസ് ഔട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഈ ആഫ്റ്റർ കെയർ വളരെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം നമ്മുടെ സ്കിൻ അത്യാവശ്യം ഇറിറ്റേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒരു ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്തതുപോലാണ്. അപ്പം പ്രത്യേകിച്ചുള്ള സിറംസോ, സിറംസ് എന്ന് പറയുമ്പോൾ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോലിക് ആസിഡ്, അങ്ങനത്തെ സിറംസോ, അങ്ങനത്തെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഉള്ള ആക്റ്റീവ്സ്, ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോലിക് ആസിഡ്, അങ്ങനത്തെ ഉള്ള ഇൻഗ്രീഡിയൻസിനാണ് നമ്മൾ ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ്സ് ഉള്ള ക്രീമുകളോ സിറംസുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഫേസ് വാഷുകളായി പോലും വളരെ ജെന്റിലായിട്ടുള്ള ക്ലെൻസറുകൾ, ഫോം ചെയ്യാത്ത ക്രീമി ക്ലെൻസറുകളും, അതുപോലെ നല്ലൊരു ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറോ, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറോ, അല്ലെങ്കിൽ ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെറിയ നനവുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനത്തെ പ്രോഡക്റ്റുകൾ മാത്രം ആഫ്റ്റർ കെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അല്ലാത്തുള്ള സിറംസോ കാര്യങ്ങളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. ഒരു ദിവസം ഫുള്ള് നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഓവർ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളും ആ ദിവസം അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല. കാരണം എനിക്കാണെങ്കിലും ഞാൻ ആ ദിവസം തന്നെ എന്തെങ്കിലും മുഖത്ത് ഓവർ മേക്കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ആ ഒരു ദിവസം അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകളും ബേസിക് സ്കിൻ കെയറും മാത്രം ഞാൻ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം ഒരു ക്ലീൻ ബേസും കിട്ടും, നല്ല ഹീൽഡായിട്ടൊക്കെ സ്കിൻ ഇരിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് നല്ല ഹൈഡ്രേഷൻ ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെ മതിയാവും. എന്നാലും എൻ്റെ കയ്യിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള 2-3 സിറംസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലോ എന്ന് കരുതി ഞാൻ കാണിച്ചു തരാം. സ്കിന്നിപ്പം അതെന്ന് പറയുമ്പോൾ ഇതുപോലെ ഷേവ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാതെ സ്കിന്നൊക്കെ ഇറിറ്റേറ്റ് ആയി റെഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കുരുവൊക്കെ വന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമാണ് എനിക്ക് 2-3 കുരുവൊക്കെ വന്ന് ഒന്ന് ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള, ഇന്ന് പ്രത്യേകിച്ച് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനത്തെ ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്ന സിറംസ് കാണിച്ചു തരാം. ആണെന്ന് പറയുമ്പോൾ ഈ ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഈ സിറമാണ്. ഈ ഒരു സിറം സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറമാണ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിറമാണ്. ഇതാണെങ്കിലും ചെറിയ നനവുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം സൂപ്പർ ആയി. പിന്നെ എന്ന് പറയുന്നത് ഇത്തിരിയുടെ എക്സ്പെൻസീവ് സൈഡിലുള്ള ഒരു ഐറ്റം ആണെങ്കിലും ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി എന്ന് പറയാൻ പറ്റിയ ഐറ്റമാണ് ഇത്. സ്കിൻ 1004ന്റെ സെന്റല്ല ആംബിയോൾ സിറമാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സിറം അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൻ സൂത്തിങ് ആണ്. റെഡ്നെസ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ സൂത്ത് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഇതും അത്രയും ഒരു എക്സ്പെൻസീവ് സൈഡിൽ വരുന്ന ഒരു സിറമാണ്. ഇത് ഡോക്ടർ സൂ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എക്സോ പ്ലംബിംഗ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സിറമാണ്. ഈ ഒരു സിറം സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ്. നല്ല രീതിയിൽ സ്കിന്നിന്റെ ബാരിയറിനെ ഒന്ന് ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറമാണ്. ഇതിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ലോറിയൽ പാരിസ് റിവൈറ്റൽ ലെഫ്റ്റ് ഹൈലറോണിക് ആസിഡ് സിറം. ഹൈലറോണിക് ആസിഡ് ദി OG കിങ് ഓഫ് ഹൈഡ്രേഷൻ. ഈ ഒരു സാധനം അറിയാലോ, സൂപ്പർ ഹൈഡ്രേറ്റിംഗ്, ഗ്ലാസി സ്കിൻ, വെരി ഗുഡ്. ഇതുപോലത്തുള്ള ഹൈഡ്രേറ്റിംഗ് സിറംസ്, ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എപ്പോഴും ഒരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ട് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ഞാൻ അറിയാം. ഇതെന്ന് പറയുന്നത് ബയോഡെമയുടെ അറ്റോഡം ക്രീം അൾട്ര. ഇതാണ് കുറേ നാളായിട്ട് എനിക്ക് ഒരുപാട് അടിപൊളി മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ലൈക്ക് ഡെർമാക്കോൻ്റെ നയാസെറമൈഡ് മോയ്സ്ചറൈസേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗുഡ് ബയോഡെർമ അറ്റോഡം ക്രീം അൾട്ര മോയ്സ്ചറൈസർ. ഇത് ഞാൻ എല്ലാവർക്കും അടിപൊളിയാന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നീട് എന്താ, ഇതൊക്കെ തന്നെ എനിക്ക് അത്യാവശ്യം സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സിൽ ഒന്നാണ്. സോ പിന്നെ ന്യൂട്രിഡം മോയ്സ്ചറൈസിങ് ലോഷൻ, അതും സൂപ്പറാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഇത് സൂപ്പറാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സോ ഇതാണ് ഞാൻ പറയുന്ന ബേസിക് ആയിട്ട് നിങ്ങൾ ഷേവിങ്ങിനെ മൈ ഗോഡ് ബേസിക് ആയിട്ട് ഷേവിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. പിന്നെ ത്രെഡ് ചെയ്യുന്ന വലിയ ഇഷ്യൂസ് ഇല്ല, കാരണം ഞാനും ത്രെഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ത്രെഡ് ചെയ്യുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ത്രെഡ് ചെയ്യുമ്പോഴാണെങ്കിലും ആഫ്റ്റർ കെയർ ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തട്ടി മുട്ടി പോവാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ബൈ.